മെൽബണിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന വാണാമ്പൂളിലേക്ക് പോകാനായിട്ട് രണ്ട് റോഡുകളുണ്ട് കേട്ടോ. അതിൽ ഒരു റോഡ് നേരെയുള്ള റോഡും രണ്ടാമത്തെ റോഡ് വളഞ്ഞും തിരിഞ്ഞുള്ള റോഡാണ്. അത് ഞങ്ങളിന്ന് ചൂസ് ചെയ്ത റോഡ് ഗ്രേറ്റ് ഓഷൻ റോഡ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിൽ തന്നെ വൺ ഓഫ് ദി ഫേമസ് സീനിക് റൂട്ടാണ് ഈ പറയുന്ന ഗ്രേറ്റ് ഓഷൻ റോഡ്. മെൽബണിൽ നിന്ന് ഗ്രേറ്റ് ഓഷൻ റോഡ് സ്റ്റാർട്ട് ചെയ്യണ ഈ സ്ഥലത്തിലേക്ക് എത്താൻ 2 മണിക്കൂർ കിട്ടും. അവിടെ നിന്ന് 3 മണിക്കൂറുണ്ട് ഞങ്ങൾ താമസിക്കുന്ന വാണാമ്പൂളിലേക്ക്. ഈ വാണാമ്പൂളിന്റെ ഏകദേശം പരിസരത്താണ് ഈ റോഡ് അവസാനിക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരെ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് 3 മണിക്കൂർ കേട്ടോ മെൽബണിൽ നിന്ന് എടുക്കുള്ളൂ. പക്ഷേ അതേ ഈ പറഞ്ഞ പോലെ വളഞ്ഞു തിരിഞ്ഞുള്ള ഈ വഴിക്കൂടെ പോകണമെങ്കിൽ 5 മണിക്കൂർ ഞങ്ങളുടെ വീട്ടിലേക്ക് എടുക്കും. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക വന്നപ്പോൾ ഓസ്ട്രേലിയ വന്നപ്പോൾ ഈ റൂട്ടിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര വൈറലായിരുന്നു. പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ട ഒരു റൂട്ടാണ് ഈ ഗ്രേറ്റ് ഓഷൻ റോഡ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ബാറ്റാണ് നമ്മുടെ സഖാവിന് കൈമാറിയിട്ട് ഞാൻ സൈഡിലേക്ക് ചാടി കയറിയിരുന്നു കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ നല്ല വീഡിയോസുകളൊക്കെ പകർത്തി. ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ ചെറിയ മലകളുമാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ റോഡ് പോകുന്നത്. ഒരു 3 മണിക്കൂറോളം ഇങ്ങനെ തന്നെയാണ് റൂട്ട്. വേറെ ഒന്നുമില്ല. ഒരു സൈഡിലേക്ക് പോയി കടൽ കാണും, ഒരു സൈഡിലേക്ക് മല. നല്ല സീനിക്കാണ്, അടിപൊളിയാണ്. പക്ഷേ വേറെ പ്രശ്നം കൂടി ഉണ്ട്. ഈ വളവും തിരികും കാരണം നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ സൈഡിൽ ഇരുന്ന് പോകാത്തതുകൊണ്ടാണെന്ന് അറിയില്ല നല്ല വാൾ വെക്കാനായിട്ട് വന്നു തുടങ്ങിയിട്ട്. നമ്മുടെ മൂത്ത ചക്കനാണെങ്കിലും ഇന്നത്തെ റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ വാളിൻ്റെ ആശാനാണ് അവനും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടോ, ഈ പോണ വഴിക്ക് ഒരുപാട് സീനിക് പോയിന്റുകൾ ഉണ്ട്. അത് 12 അപ്പസ്റ്റോൾസ്, ലണ്ടൻ ബ്രിഡ്ജ് എന്താണെന്നൊക്കെ ഉള്ളതുണ്ട്. അതൊക്കെ വഴിയിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. എന്തായാലും നമ്മളിന്ന് 12 അപ്പസ്റ്റോൾസ് വരെ നമ്മളൊന്ന് പോകണുള്ളൂ. കാരണം ലണ്ടൻ ബ്രിഡ്ജും നമ്മുടെ വീടിനോട് അധികം ദൂരമില്ല. കാരണം 30 മിനിറ്റ് ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന്. അത് പിന്നീട് ഒരു ദിവസം നമ്മൾ വീഡിയോ ലണ്ടൻ ബ്രിഡ്ജ് വേറെ പിടിക്കാം. ഇന്ന് നമ്മൾ 12 അപ്പസ്റ്റോൾസ് ആണ് പിടിക്കുന്നത്. പിന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ വണ്ടി അങ്ങോട്ട് ഒതുക്കി. കാരണം വണ്ടിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വീഡിയോ പിടിച്ചല്ല കേട്ടാ. സത്യം പറഞ്ഞാൽ ചെക്കൻ വാൾ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉടനടി വണ്ടി ചവിട്ടി നിർത്തി. ഞാനിപ്പോൾ വാൾ വെക്കുന്നത് ഞാൻ വിചാരിച്ചു, പക്ഷേ വാൾ വെച്ചില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഇനി സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ പണി വാളുന്നത് കൊണ്ട് സഖാവിൻ്റെ കയ്യിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ബാറ്റൺ ഞാൻ വീണ്ടും തിരികെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ 12 അപ്പസ്റ്റോൾസ് എന്ന് പറഞ്ഞ സ്പോട്ടിലെത്തി. അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച അത് ഇതാണ്, ടൈഗർ സ്നേക്ക്. നല്ല ഉഗ്രവശമുള്ള പാമ്പാട്ട. ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഞങ്ങൾ ഇത്ര അടുത്ത് കാണുന്ന ആദ്യത്തെ പാമ്പാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇപ്പോൾ കുറേ നേരമായില്ല 12 അപ്പസ്തോലന്മാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ആ പിള്ളേരുടെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ സൈഡിൽ കടലിൽ നിൽക്കുന്ന 3-4 കുറ്റികളുണ്ട്. അതാണ് ഈ 12 അപ്പസ്തോലന്മാരിലെ ഒരു അപ്പസ്തോലന്മാർ. ഇതുപോലെ കടലിൽ 12 എണ്ണം നിൽക്കുന്നതാണ് പറയണത്. അപ്പോൾ ഈ കടലിൽ കയറിയിട്ട് ഈ കരഭാഗത്ത് നിന്ന് വേർപെട്ട് പോയി കഴിഞ്ഞാൽ ഭാഗങ്ങളാണ് കുറ്റി പോലെ നിൽക്കുന്നതാണ് ഈ 12 അപ്പസ്തോലന്മാർ എന്ന് പറഞ്ഞ സംഭവം. അതൊരു ടൂറിസ്റ്റ് സ്ഥലമാക്കി ഒരു മാറ്റിയേക്കാണ്. ഇത് ഓസ്ട്രേലിയയിലെ മെയിൻ ഒരു ലാൻഡ് മാർക്കും കൂടിയാണ്. ഇതിന്റെ ഫോട്ടോ പല സ്ഥലത്തും ഓസ്ട്രേലിയയുടെ ടൂറിസത്തിന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 12 അപ്പസ്തോലന്മാരൊന്നും ഇല്ലാട്ടോ, കുറേയൊക്കെ കടലിൽ വീണ് പോയി. ഇപ്പം എത്ര ഉണ്ടെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഇത് അധികം നാൾ നിൽക്കുന്നു ഇവിടെ തോന്നുന്നില്ല. ഇത് 12 അപ്പസ്തോലന്മാർ ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഇതിന് അടിയുണ്ട, കടൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എപ്പോൾ വേണമെങ്കിൽ നിലം കുത്താം. അപ്പോൾ ഇത് എത്ര നാൾ കാണാൻ പറ്റുന്ന അറിയില്ല. കാണാത്തവരുണ്ടെങ്കിൽ വേഗം വന്നു കഴിഞ്ഞാൽ കാണാത്ത. ഇതൊക്കെ എപ്പോഴും വേണമെങ്കിൽ കടലിലേക്ക് വീണ് പോകാം. പിന്നെ ഇതിന്റെ ബീച്ചിന്റെ അവിടേക്ക് ഇറങ്ങാനുള്ള സ്പോട്ടുകൾ ഉണ്ട്. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ 12 അപ്പസ്തോലന്മാരുടെ അടുത്തൊക്കെ നിന്ന് പോയിട്ട് കിടില ഫോട്ടോസ് ഒക്കെ എടുക്കാം. കടലിലേക്ക് ഇറങ്ങിയൊക്കെ ഫോട്ടോസ് എടുക്കാം. അതൊരു സൺസെറ്റ് സമയത്തൊക്കെ വരണമെങ്കിൽ നല്ല കിടില ഫോട്ടോസ് എടുക്കാം. നമ്മളിങ്ങനെ ഓൺലൈനിൽ കുറേ ഫോട്ടോസ് കണ്ടിരുന്നു. അപ്പോൾ നമ്മളിതൊരു ട്രിപ്പ് പോലെ വന്നതല്ല. നമ്മൾ ശരിക്കും തിരിച്ച് വീട്ടിലേക്ക് പോണ വഴി ഈ റൂട്ട് പിടിച്ചു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ താങ്ക് യു.